ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ ചൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇറ്റലിയിൽ ശരിക്കും നടന്നൊരു സ്വർണ്ണക്കൊള്ളയുടെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതും സാധാരണ ആൾക്കാരുടെ കയ്യിൽ നിന്നല്ല ഈ കള്ളന്മാരത് അടിച്ചു മാറ്റിയിരിക്കുന്നത്, സാക്ഷാൽ ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്നാണ്. അതിന് കഥാനായകന്റെ കയ്യിൽ ഒരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ എന്തായിരുന്നു? ഇവർക്ക് സ്വർണമെല്ലാം കവരാൻ കഴിഞ്ഞോ, അതോ ഫാസിസ്റ്റുകളുടെ കയ്യിൽ പിടിക്കപ്പെട്ട് അവരെല്ലാം കൊല്ലപ്പെട്ടോ എന്നുള്ള കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിലും അവസാന ഭാഗം ടെൻഷൻ അടുപ്പിച്ച് വളരെ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകും. തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ മിലാനോ നഗരം, ഇറ്റലി. 1945 ആണ് സമയം. ഫാസിസ്റ്റുകളുടെ യുദ്ധം അവസാനിക്കാൻ പോകുന്ന സമയമാണിത്. ഇതൊരു ട്രൂ ഹിസ്റ്ററിയാണെന്ന് എഴുതി കാണിച്ചിട്ട് കഥ ആരംഭിക്കും. ഫാസിസ്റ്റ് പട്ടാളക്കാര് ജനങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ആ നാട് വിട്ടുപോകാൻ ആർക്കും കഴിയില്ല. ഇതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണം ഞാൻ ഇവിടെ അടുത്തെവിടെയോ കണ്ടിട്ടുണ്ട്. ഇതിൽ നമ്മുടെ നായകൻ മാത്രം അവന്റെ ഐഡിയും പാസ്പോർട്ടും കാണിച്ച് വളരെ എളുപ്പത്തിൽ ചെക്കിംഗ് എല്ലാം താണ്ടി ഒരു സിനിമാ തിയേറ്ററിനകത്തേക്ക് വരും. അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഹീറോയോട് ചൂടായിട്ട്, നിന്റെ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം റെഡിയാക്കാൻ ഞാൻ നിന്റെ സെക്രട്ടറി ഒന്നല്ല, വേറെ വല്ലവരെയും കണ്ടുപിടിച്ചോ എന്ന് പറയും. അപ്പൊ നമ്മുടെ ചെറുക്കൻ കാര്യം പറയാം, ഇന്ന് രാത്രി അവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അതുമാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അതിന് ആ പെൺകുട്ടി പറയും, അതെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആണ്, നീ എന്തിനാണ് ഇത്ര വലിയ റിസ്ക് ഒക്കെ എടുക്കുന്നത്? അത് കേട്ട് ഹീറോ പറയും, നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി പണം കിട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ നാട് വിട്ടുപോകും, പുതിയൊരു ജീവിതം, പേടിക്കണ്ട, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇതാണ് നമ്മുടെ കഥയിലെ നായിക. അങ്ങനെ ഹീറോ അവിടെ നിന്ന് ചെന്ന് ഒരു മാവോയിസ്റ്റ് ടീമുകളെയാണ് കാണുന്നത്. ഇവർ ഇറ്റലിക്കാരാണ്. ഫാസിസ്റ്റുകളുമായിട്ട് ഒളിപ്പോര് നടത്തുന്ന സംഘം. ഈ സംഘവുമായിട്ടുള്ള ഡീല് റെഡിയാക്കി കൊടുത്തത് നമ്മുടെ നായികയാണ്. ഹീറോ ഈ സംഘത്തിന് ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ആയുധങ്ങൾ വിൽക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആ സംഘത്തലവൻ ചോദിക്കും, നിന്നെ മാത്രം എന്താണ് ഫാസിസ്റ്റുകൾ വെറുതെ വിട്ടിരിക്കുന്നത്, നീ കള്ളനല്ലേ? അത് കേട്ട് ഹീറോ പറയും, ഞാൻ കള്ളനാണ്, പക്ഷെ ചാരനല്ല, എന്നെ കൊണ്ട് അവന്മാർക്ക് ഉപയോഗമുണ്ട്, അതുകൊണ്ടാണ് എന്നൊന്നും ചെയ്യാത്തതെന്ന് പറയും ഹീറോ. അങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ആയുധങ്ങളുടെ പെട്ടി ഹീറോ ഈ സംഘത്തിന് കൊടുക്കും. എന്നിട്ട് പണം എവിടെ നിന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സ്വഭാവം മാറിയ മാവോയിസ്റ്റുകാരൻ, ഞങ്ങളിത് ചെയ്യുന്നത് ഇറ്റലിക്ക് വേണ്ടിയിട്ടാണ്, മോൻ തെറ്റിദ്ധരിക്കേണ്ട, പേഴ്സണലായിട്ട് എടുക്കരുത്, പണം തരാൻ സൗകര്യമില്ല, ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടിക്കോ എന്ന് പറയും. അപ്പൊ ഹീറോ ചിരിച്ചൊരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ദൂരെ നിന്നും മറിഞ്ഞിരുന്ന ഒരാള് ഇവർക്ക് നേരെ വെടിയുതിർക്കും. അപ്പൊ ആ സംഘത്തലവന് മനസ്സിലാകും ഹീറോയുടെ കൂടെ വേറെ ആൾക്കാരുണ്ടെന്ന്. ഹീറോ, പണം തന്നിട്ട് പൊക്കോളൂ, ഡീല് വൃത്തിയായിട്ട് നടക്കണം, അത്രയേ ഉള്ളൂ എനിക്ക്, ഞാൻ ആരെയും ചതിക്കാനൊന്നും പോകുന്നില്ല, ഞാനൊരു പാവം കള്ളൻ. അപ്പൊ ആ തലവൻ ഹീറോയ്ക്ക് പണം എടുത്തു കൊടുക്കും. പണം വാങ്ങി സന്തോഷത്തോടെ ഇവർ പിരിയാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഫാസിസ്റ്റുകളുടെ ആർമി ട്രക്ക് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ അവർ വെടിയുതിർക്കാൻ തുടങ്ങും. ഇവരെല്ലാം ചെതറി ഓടുവാണ്. ഓടുന്ന സമയത്ത് ഹീറോയുടെ പണക്കിഴി, ഹീറോയ്ക്ക് കിട്ടിയ പണക്കിഴി നിലത്ത് വീണുപോകും. മാവോയിസ്റ്റുകളും ഫാസിസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ വെടിവെപ്പ്. ഈ പണം എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കുന്നുണ്ട് ഹീറോ, എന്നാ വെടി കൊണ്ട് അതെല്ലാം ചിന്നിച്ചെതറും. അങ്ങനെ കിട്ടിയ പണവും പോയി. ഇനി ജീവൻ രക്ഷപ്പെടണമല്ലോ. അതിന് ഭാഗ്യത്തിന് ഹീറോയ്ക്കൊരു കൂട്ടാളിയുണ്ട്, മാഴ്സല്ലോ. ഒരു വയസ്സായ അപ്പൂപ്പനാണ്. പുള്ളിക്കാരൻ ബൈക്ക് ഓടിച്ചു വന്ന് ഈ വെടിവെപ്പിന്റെ ഇടയിൽ നിന്ന് ഹീറോയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. ഇങ്ങേരാണ് ഒളിഞ്ഞിരുന്ന് നേരത്തെയും വെടിവെച്ച് ഹീറോയെ രക്ഷപ്പെടുത്തിയത്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത നമ്മൾ നേരത്തെ കണ്ട സുന്ദരി പെൺകുട്ടി, നമ്മുടെ നായിക. അവളൊരു പാട്ടുകാരിയാണ്, സ്റ്റേജ് പെർഫോമറാണ്. ഹീറോയെ ആ അപ്പൂപ്പൻ ഇവളുടെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിന് പുറകിലാണ് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുക. എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലടാ എന്നും പറഞ്ഞിട്ടായിരിക്കും പുള്ളി പോവുക. അതിന് ഹീറോ, എനിക്ക് ഒരു ഉറപ്പും തരാൻ പറ്റില്ല ഡാഡിജി, എന്റെ ജീവൻ എന്നെ ഇവിടെ ഗ്യാരണ്ടി ഇല്ല എന്നും പറഞ്ഞിട്ട് ഹീറോ സ്റ്റേജിന് പുറകിലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഒളിച്ചും പാത്തും കയറി വരും. അങ്ങനെ ഹീറോയെ കണ്ടുമുട്ടി എന്തുപറ്റി, കാര്യങ്ങൾ നടന്നോന്ന് ഹീറോ ചോദിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് നടന്നു, എല്ലാം ചെതറിപ്പോയി, ഇനി നിന്റെ ഉമ്മയെങ്കിലും കിട്ടുമെന്ന് വെച്ച് വന്നതാണ്, അതെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഉമ്മ വെച്ച് കാര്യത്തിലേക്ക് നടക്കുമ്പോഴേക്കും ഏതോ കൃമി, പാഷാണത്തി കൃമി വന്ന് ഡോറി മുട്ടും. മുട്ടിയ ഉടനെ ഹീറോ അവളെ തള്ളി മാറ്റി ഒറ്റ ഓട്ടാണ്. ഡോറ് തുറക്കുമ്പോൾ ഒരു മുട്ട പട്ടാളക്കാരൻ. പുള്ളിക്കാരന് സംശയം തോന്നി ആള് റൂമെല്ലാം കയറി ചെക്ക് ചെയ്യാണ്, ആരെയും കാണില്ല. അത് കഴിഞ്ഞിട്ട് ഹീറോയിനോട് പറയും, ബോസലീനോ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്, എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറയും. അങ്ങനെ ഒരുങ്ങിയ പെണ്ണിനെ മൊട്ട സോൾജർ വിളിച്ചുകൊണ്ട് പോകുന്നു വലിയൊരു കമാൻഡറെ കാണിക്കാൻ. ആ കമാൻഡർ ആണെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ പെട്ട ഏതോ ഒരാളെ ഉപദ്രവിച്ച് ടോർച്ചർ ചെയ്ത് ചില സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമായിരിക്കും. നമ്മുടെ നായിക എത്തി എന്നുള്ള വിവരം അറിയുമ്പോൾ ആ ബൊർസലീനോ വന്ന് നായികയെ ഉമ്മ വയ്ക്കുന്നു. സംഭവം ഇയാളുടെ മിസ്ട്രസ് ആണ് നമ്മുടെ ഹീറോയിൻ. അവർക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ അവർ സ്വീകരിക്കും, എതിർക്കാൻ പറ്റില്ല, എതിർത്ത് അവർ കൊന്നുകളെ. ഇവിടെ ഹീറോ തിരിച്ചൊരു പഴയ മില്ലിലേക്ക് വരുന്നുണ്ട്. അവിടെ ഡാഡി മെഴ്സലോ ഉണ്ടാവും, അതേപോലെ ഒരു കണ്ണാടി ചെറുക്കനുണ്ട്. ഇവർ 3 പേരുമാണ് ടീം. പരസ്പരം ബന്ധമൊന്നുമില്ല,
3 കള്ളന്മാര്. അതിൽ ആ പയ്യൻ അണ്ണാ ഞാൻ പറഞ്ഞ പുസ്തകം കൊണ്ടുവന്നോന്ന് ചോദിക്കും. അപ്പൊ ഹീറോ ഒരു പേപ്പർ എടുത്ത് അവന്റെ മുന്നിട്ട് കൊടുത്തിട്ട് നിന്റെ പുസ്തകം വാങ്ങിക്കലല്ല എന്റെ പണി, ആ പേപ്പർ എന്നാ ഉള്ളതെന്ന് കണ്ടുപിടിക്കുക, ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മാറിപ്പോകും. അവന്റെ ദേഷ്യം കാണുമ്പോൾ ഡാഡിജി പറയും ആ പെണ്ണെങ്ങാൻ അവനെ പാതി വഴി വിട്ടു പോയി കാണും, അതിന്റെ ദേഷ്യമായിരിക്കും അവനെന്ന്. ഇവിടെ നായികയും ആ കമാൻഡോയും തമ്മിൽ ഉല്ലാസം. ഇവർ ഉല്ലസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമാൻഡോയുടെ ഭാര്യ വിളിക്കുന്നത്. എനിക്ക് നിങ്ങളില്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല, എപ്പോഴാണ് നിങ്ങൾ വരണതെന്ന് ആ ലേഡി ചോദിക്കുമ്പോൾ കമാൻഡോ പറയും ഇന്ന് രാത്രി ഒരുപാട് വർക്കുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല, കിടന്നോളൂ, കാലത്ത് വരാമെന്ന്. ശരിയെന്ന് പറഞ്ഞ് ലേഡി കോള് കട്ട് ചെയ്ത് വിരലിഞ്ഞോടിച്ച് ആരെയോ വിളിക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട മൊട്ട സോൾജർ, ആ കമാൻഡോയുടെ അസിസ്റ്റന്റ്. അവരവിടെ ഉല്ലസിക്കുമ്പോൾ ഇവരിവിടെ ഉല്ലസിക്കുകയാണ്. ഓൾ ഈസ് വെൽ. അപ്പോഴാണ് മോളിൽ നിന്ന് ഈ കമാൻഡോയ്ക്ക് റേഡിയോ വേവ്സ് വഴി മെസ്സേജുകൾ വരുന്നത്. ആ മെസ്സേജ് എന്താണെന്ന് അറിയില്ല. എന്നാൽ നമ്മുടെ ഡാഡിജിയുടെ കയ്യിൽ ഈ റേഡിയോ വേവ്സ് പിടിച്ചെടുക്കാനുള്ള മെഷീൻസ് ഒക്കെ ഉണ്ട്. അതിൽ നിന്നാണ് ഇവർ ഫാസിസ്റ്റുകളുടെ വെപ്പൺസ് ഒക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. സോ ഇപ്രാവശ്യം വന്ന റേഡിയോ മെസ്സേജ് അത് നോട്ട് ചെയ്തെടുത്തിട്ട് ഡാഡി കണ്ണാടി ചെറുക്കനോട് ആ സംഭവം എന്താണെന്നുള്ളത് ഡീകോഡ് ചെയ്ത് നോക്കാൻ പറയും. അങ്ങനെ പുള്ളിക്കാരൻ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് കാലത്ത് ഹീറോ വന്ന് ആ ചെറുക്കനെ കണ്ട് ഇന്നലെ ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ട് സോറിടാ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്താണ്, ഇതേതാ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞ് ഹീറോ ആ ചെറുക്കൻ വരച്ചൊരു ചിത്രം എടുക്കും. അവന് ഇഷ്ടമുള്ള ഏതൊരു പെൺകുട്ടിയാണത്. എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലേ, നിന്നൊരു അനിയനായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് മാറിപ്പോവാണ്. ഹീറോ പോയി കഴിയുമ്പോഴാണ് ഈ ചെറുക്കൻ ഡീകോഡ് ചെയ്ത് ആ റേഡിയോ വേവ്സിൽ എന്താണുള്ളതെന്ന് കണ്ടുപിടിക്കുക. സ്വർണ്ണമാണെന്ന് അവന് മനസ്സിലാക്കും. ഓടി വരികയാണ് അവൻ. ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടുപിടിച്ചു യുറേക്ക, തങ്കമാണ്, ഗോൾഡാണ്, ഒരുപാട് ഗോൾഡ്. സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയ ഹീറോ ഉടനെ തന്നെ നമ്മുടെ നായികേനെ ചെന്ന് കാണുന്നു. ഫാസിസ്റ്റുകൾ ഈ നാട് വിട്ടു പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ നാട്ടിൽ നിന്ന് അടിച്ച എല്ലാ ഗോൾഡുമായിട്ട് അവർ ഈ നാടിൽ നിന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിന്റെ മെസ്സേജാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഇറ്റലിയുടെ മൊത്തം ട്രഷറും അതടിച്ചിട്ടാണ് അവർ രക്ഷപ്പെടാൻ പോകുന്നത്. ആ ട്രഷറെല്ലാം ഉള്ളത് ബ്ലാക്ക് സോണിലാണ്. അവരത് കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മളത് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ, നല്ലൊരു പ്ലാനറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് പറക്കാം. ഇത് കേട്ട് ഹീറോയും പറയും ബ്ലാക്ക് സോണിൽ കയറുന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല, അത്രയും പട്ടാളക്കാരുള്ള സ്ഥലമാണത്, ജീവൻ പോയിട്ട് പൊടി പോലും കിട്ടില്ല, ഇതൊരുപാട് ഡേഞ്ചറസ് പ്ലാനാണ്, നടക്കില്ല, നീ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കെന്ന് പറയും ഹീറോ. അപ്പൊ ഹീറോ എൻ്റെ കയ്യിൽ നല്ലൊരു പ്ലാനുണ്ട്, നമ്മളിപ്പോൾ യുദ്ധത്തിലാണ്, നീ അത് ശ്രദ്ധിച്ചില്ലേ, യുദ്ധത്തിന്റെ അവസാന സമയമാണത്, അത് തന്നെയാണ് നമുക്ക് കിട്ടിയ അവസരം, നീ പേടിക്കാതെ, ഒന്നും സംഭവിക്കില്ല, എൻ്റെ കൂടെ നിന്നാ മതി എന്ന് പറയും ഹീറോ. പക്ഷെ അവൾക്ക് പേടിയാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും അവള്. പിറ്റേന്ന് ഇവർ 3 പേരും ഹീറോയും ഡാഡിജിയും ചെറിയ പയ്യനും കൂടി ഈ ഫാസിസ്റ്റുകളുടെ ബ്ലാക്ക് സോൺ നിരീക്ഷിക്കുകയാണ്. 500 പട്ടാളക്കാർ കാണും. അതിനകത്തേക്ക് അങ്ങനെ എളുപ്പത്തിൽ എൻ്റർ ആവാൻ പറ്റില്ല, എൻ്റർ ആയ ജീവനോടെ തിരിച്ചു വരാനും പറ്റില്ല. അപ്പൂപ്പൻ പറയും ഈ സംഭവം നീ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വയസ്സായി, നിനക്ക് പ്രാന്താണെന്ന് വെച്ച് ഇതെങ്ങനെ നടത്തുന്നാടാ നീ പറയണത്. അത് കേട്ട് ഹീറോ പറയും ഒന്ന് ആലോചിച്ച് നോക്ക്, നല്ലൊരു പ്ലാൻ മതി, നമുക്കത് അടിക്കാൻ പറ്റും, പിന്നെ കുറച്ച് ആൾക്കാരും കൂടെ നമ്മുടെ കൂടെ വേണം. അത് കേട്ട് അപ്പൂപ്പൻ ചോദിക്കും എത്ര സമയമുണ്ട് നമുക്ക്, അവർ തിരിച്ചു പോകാൻ ഇനി എത്ര സമയമുണ്ട്. ഹീറോ ഒരാഴ്ചയുള്ളൂ എന്ന് പറയും. ഒരാഴ്ച? വെറും ഒരാഴ്ച കൊണ്ടോ? ഒന്ന് പോയിനടാ, ഞാനില്ല ഈ കളിക്കെന്നും പറഞ്ഞ് അപ്പൂപ്പൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. ആ സമയത്താണ് ആംഗ്ലോ അമേരിക്കൻസിന്റെ വിമാനങ്ങൾ ഈ ഫാസിസ്റ്റുകളുടെ തമ്പടി സ്ഥലത്തേക്ക് ബോംബുകൾ വർഷിക്കുന്നു. എന്നാൽ ഈ വിമാനങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഫാസിസ്റ്റുകളും താഴെ നിന്ന് തിരിച്ചടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിമാനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും അവർ വീണ്ടും തിരിച്ചടിക്കും എന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലായി. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു അടിപൊളി പ്ലാൻ കിട്ടുന്നത്. ആ പ്ലാൻ എന്താണെന്ന് ഹീറോ അപ്പൂപ്പനും കൊച്ചുമോനും കാണിച്ചു കൊടുക്കും. അപ്പൂപ്പൻ പറയും നന്നായിട്ടുണ്ട്, എന്നാൽ ഇത് ഭ്രാന്താണെന്ന്. ഹീറോ പേടിക്കണ്ട, നമുക്കൊരു 3 പേരും കൂടി വേണം, 3 പേര് മതി, അടിപൊളിയായിട്ട് നമുക്ക് ഈ പ്ലാൻ നടപ്പിലാക്കാം. ഒരു ഫെദർ വെയ്റ്റ്, ഒരു ബോംബർ, ഒരു എക്സ്പെർട്ട് ഡ്രൈവർ. അത് കേട്ട് ഡാഡി പറയും ബോംബ് ഉണ്ടാക്കാൻ എനിക്കൊരു കൂട്ടുകാരനെ അറിയാം, അവനെ വിളിക്കാം. പിന്നെ ഫെദർ വെയ്റ്റ്, ഓടാനും ചാടാനും കെട്ടിടത്തുമ്മ പിടിച്ച് കയറാനുള്ള ഒരുത്തൻ. അതിന് ചെറുക്കം പറയും ഒരുത്തൻ തന്നെ വേണോ, ഒരുത്തി ആയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്റെ കയ്യിൽ അങ്ങനെ ഒരു എക്സ്പെർട്ട് ഉണ്ട്, അത് മറ്റാരുമല്ല, ഇവന്റെ കയ്യിൽ നേരത്തെ ഒരു ചിത്രം ഉണ്ടായിരുന്നില്ലേ, ആ പെൺകുട്ടി, അവള് പെരുങ്കള്ളിയാണ്, എല്ലാരെയും പറ്റിച്ച് ഓടി ചാടി രക്ഷപ്പെടും, പോരാത്തതിന് പിടിക്കാൻ വരുന്നവരെ വലിച്ചിട്ട് അടിക്കാനും അവൾക്കറിയാം. അങ്ങനെ ഇപ്രാവശ്യം 2 പട്ടാളക്കാരെയും തല്ലിയിട്ട് അവളൊരു പേഴ്സ് അടിച്ച് മാറ്റുമ്പോഴാണ് നമ്മുടെ കൊച്ചുപയ്യൻ ചെന്ന് അവളെ കാണുന്നത്. നിനക്കൊരു ജോലി ഉണ്ടെന്ന് അവൻ പറയും. അടുത്തതൊരു ഡ്രൈവർ, എക്സ്പെർട്ട് ഡ്രൈവർ. ഫാബ്രി മതിയോ എന്ന് നമ്മുടെ മുത്തശ്ശൻ ചോദിക്കും. ഒരു പഴയകാല റേസ് ഡ്രൈവറാണ്, എന്നാൽ ഇപ്പൊ പുള്ളി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതിന് ഹീറോ എനിക്കറിയാം, അയാൾ മരിച്ചിട്ടൊന്നുമില്ല, ഒളിച്ചു പാർക്കാണ്, ഈ ഫാസിസ്റ്റുകളുടെ കയ്യിൽ പെടാതെ ഒളിച്ചു പാർക്കാണ്, തന്റെ അമ്മാവന്റെ ചർച്ചിൽ പാതിരിയാറിന്റെ വേഷവും കെട്ടിയിട്ട്. ഇവര് ചെന്ന് കാണുമ്പോൾ പുള്ളിക്കാരൻ നിങ്ങൾ സാധനം കൊണ്ടുവന്നോടാ എന്നാണ് ചോദിക്കുക. നല്ല മൂക്കുപ്പൊടി വലിക്കാരനും വെള്ളടിക്കാരനുമാണ് പുള്ളി. നിങ്ങൾക്കൊരു അടിപൊളി ജോലി ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്, നമ്മൾ ഡ്യൂസിൽ നിന്ന് കൊള്ളയടിക്കാൻ പോവാണ്. അയാൾക്ക് ഫാസിസ്റ്റുകളോട് ദേഷ്യമുള്ളതുകൊണ്ട് തന്നെ പുള്ളിയും കൂടും. അങ്ങനെ ഹീറോയും കൊച്ചനിയനും അവരെ പിടിച്ച 2 ആൾക്കാരുമായിട്ട് വരാണ് ഒരു പഴയ വക്കീൽ ഓഫീസിലേക്ക്. പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലം. അവിടെ ആകുമ്പോൾ ആർക്കും സംശയം ഉണ്ടാവില്ല. ഇനി ബോംബറെ വേണമല്ലോ. ഹീറോ ഡാഡിയോട് ബോംബർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഡാഡി പറയും ചെറിയൊരു പ്രശ്നമുണ്ട്,
സംഭവം ബോംബർ ഫാസിസ്റ്റുകളുടെ പിടിപെട്ടു. അയാളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ ഇവർക്ക് അയാളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ കള്ളിപ്പെണ്ണ് ഒരു പട്ടാളക്കാരനെ ഇടിച്ച് ബോംബർ ഹാൻഡ് കഫിന്റെ ചാവി അടിച്ചു മാറ്റും. എന്നിട്ടൊരു ഫാദർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ ഫാദർ മറ്റാരുമല്ല, നമ്മുടെ ആൾ തന്നെയാണ്. ഈ സമയത്ത് കൊച്ചുപയ്യനും അപ്പൂപ്പനും ഒരു ഭാഗത്ത് ഗണ്ണുമായിട്ട് ഒളിച്ചിരിപ്പുണ്ട്. അന്ത്യകൂദാശ കൊടുക്കുന്ന രീതിയിൽ ഹീറോ ബോംബറെ കെട്ടിപ്പിടിച്ച് അയാളുടെ കയ്യിൽ ഈ കീ വെച്ചു കൊടുക്കും. ഈ സമയത്ത് കൊച്ചുപയ്യൻ ഗ്ലാസ്സിൽ വെളിച്ചമടച്ച് നമ്മുടെ ഡ്രൈവർക്ക് സിഗ്നൽ കൊടുക്കുകയാണ്. കറക്റ്റ് ഇവര് തൂക്കിലിട്ട് ആള് തൂങ്ങി ആടുന്ന സമയത്ത് ഡാഡി ദൂരേന്ന് കയറി ഷൂട്ട് ചെയ്തത് പൊട്ടിച്ചളയും. അതേ സമയത്ത് നമ്മുടെ ഡ്രൈവർ വേഗത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ഈ പട്ടാളക്കാർക്ക് മുന്നിൽ വണ്ടിയിട്ട് കറക്കി ചുറ്റും പൊടിയും പുകയാക്കി ആർക്കും കണ്ണു കാണാത്ത രീതിയിലാക്കും. ആ ഗ്യാപ്പിന് നമ്മുടെ പാതിരിയാറ് ബോംബറേയും പിടിച്ച് വലിച്ചെടുത്തോണ്ട് വന്ന് കാറി കയറ്റി ഇവരവിടുന്ന് കാർ ഓടിച്ച് എസ്കേപ്പ് ആവുകയാണ്. ഇത് കണ്ടു നിന്ന് നാട്ടുകാരൊക്കെ കൈയടിയും. ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഹീറോയ്ക്ക് അറിയാം ഈ ബോംബറും നമ്മുടെ ഡാഡിയും ഹീറോയുടെ അച്ഛനും പഴയ കൂട്ടുകാരായിരുന്നു. ഇവര് 3 പേരും ഒരുമിച്ച് ഫാസിസ്റ്റുകളെ നേരിട്ടതാണ്. ആ ഫൈറ്റിലാണ് ഹീറോയുടെ അച്ഛൻ മരണപ്പെടുന്നത്. അത് കഴിഞ്ഞാണ് ഈ കള്ളൻ ഡാഡി ഹീറോനെ എടുത്ത് വളർത്തിയത്. ഇനി അടുത്തത് പ്ലാനിംഗ് ആണ്. ഇവരെല്ലാം കൂട്ടിച്ചേർക്കാൻ തന്നെ 2 ദിവസം പോയി. ഇനിയുള്ളത് 5 ദിവസം. ആദ്യമേ ബ്ലാക്ക് സോണിലേക്ക് കയറണമെങ്കിൽ പാസസ് വേണം, സർട്ടിഫിക്കറ്റ്സ് വേണം. ഈ പാസിൽ മെയിൻ ആയിട്ടും RSIന്റെ സ്റ്റാമ്പ് വേണം. അത് പുറമെയുള്ളവർക്ക് കിട്ടില്ല. ഈ RSI സ്റ്റാമ്പ് നേരത്തെ കണ്ട ആ കമാൻഡോയുടെ ഓഫീസിലാണ് ഉള്ളത്. ഹീറോ പറയും, എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട്, അവൾ ആ കാര്യങ്ങൾ നോക്കിക്കോളും. പിന്നെ മിലിറ്ററി ട്രക്ക് വേണം. അത് പോകുന്ന വഴി ആരെങ്കിലും മറച്ചു പിടിക്കാം. ആ ട്രക്കിൽ ഒരു തടവുകാരനെ കൊണ്ടുപോകുന്നത് പോലെ ഇവരകത്തേക്ക് കടക്കണം. 2 പട്ടാളക്കാരായിട്ട് ഹീറോയും ബോംബറും, ഡ്രൈവറായിട്ട് നമ്മുടെ കള്ളുകൂടിയനും. ബാക്കിയുള്ളവര് ട്രക്കിനകത്ത് ഒളിച്ചിരിക്കണം. അങ്ങനെ അകത്ത് കയറാം. പക്ഷേ അകത്തുള്ള പട്ടാളക്കാരെങ്ങനെ മാനേജ് ചെയ്യും? അതിനൊരു വഴിയുണ്ടെന്ന് ഹീറോ പറയും. പട്ടാളക്കാരെയെല്ലാം നമ്മൾ മെയിൻ ഹാളിൽ പൂട്ടിയിടും. ഇത് കേട്ട് കള്ളിപ്പെണ്ണ് ചോദിക്കും, നീ എന്നാ വല്ല മാന്ത്രികനുമാണോ? അവരെങ്ങനെ ഹാളിനകത്ത് നീ പൂട്ടിയിടും? അപ്പൊ ഹീറോ, അതിനാണ് ഞങ്ങൾക്ക് നിന്റെ ആവശ്യം. നീ ടവറിൽ കയറി അവിടുത്തെ സൈറൻ മുഴക്കണം. സൈറൻ മുഴക്കിയാൽ മാത്രം അവരെല്ലാം ഹാളിനകത്ത് കയറില്ല. അതിനുവേണ്ടി ചെറിയ പയ്യനും ബോംബറും കൂടി പല സ്ഥലങ്ങളിലായിട്ട് ബോംബ് സെറ്റ് ചെയ്യും. ഈ ബോംബ് പൊട്ടുന്നതോടുകൂടി അവര് വിചാരിക്കും ആകാശത്തു നിന്ന് അറ്റാക്ക് വരികയാണെന്ന്. സോ സേഫ്റ്റിക്ക് വേണ്ടി അവരെല്ലാം ഹാളിനകത്തേക്ക് ഓടിപ്പോകും. ആ സമയത്ത് ഹാള് ലോക്ക് ചെയ്ത് നമുക്ക് സ്വർണ്ണം അടിച്ചു മാറ്റാം. നമുക്കുള്ള സമയം ധാരാളം ഉണ്ടാവും. ഒരാൾ എന്നോട് പറഞ്ഞു, ഹിസ്റ്ററിയിൽ ആരും തന്നെ സ്മാർട്ട് ആവാൻ പറ്റില്ല എന്ന്. പക്ഷേ നമുക്ക് ആ ഹിസ്റ്ററി തിരുത്തി എഴുതണം. അപ്പൊ ബോംബർ പറയും, അറ്റ്ലീസ്റ്റ് 200 പൗണ്ടെങ്കിലും വെടിമരുന്ന് വേണം. അതെവിടെ നിന്ന് ഒപ്പിക്കാനാണ്? അതിന് ഹീറോ, ഞങ്ങൾ മാവോയിസ്റ്റുകൾക്ക് വിറ്റ കുറച്ചധികം ആയുധങ്ങളുണ്ട്, അത് തിരിച്ചു കട്ടെടുക്കാം. നേരത്തെ കണ്ട മാവോയിസ്റ്റ് തലവനില്ലേ, അയാളുടെ ഒരു അമ്മാവനുണ്ട്. ആ അമ്മാവന്റെ വീട്ടിലാണ് ഇവര് കൊണ്ടുപോയ വെടിമരുന്നിരിക്കുന്നത്. അത് അവിടെ നിന്ന് അടിച്ചു മാറ്റാം. അങ്ങനെ ഈ പ്ലാനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഹീറോ ഹീറോയിനെ ചെന്ന് കാണുന്നുണ്ട്. അവൾക്ക് തീരെ സുഖമില്ല. അവൾ ഛർദ്ദിക്കുന്ന കണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കഴിച്ചതുകൊണ്ടാണ്. പക്ഷെ സത്യത്തിൽ അവൾ ഗർഭിണിയാണ്. ആ കാര്യം അവൾ തുറന്ന് പറയുന്നില്ല. ഹീറോ, RSIന്റെ സ്റ്റാമ്പ് വേണം, അതെങ്ങനെയെങ്കിലും നീ ഒപ്പിക്കണം എന്ന് പറയും. അത് കേട്ട് ഹീറോയിൻ കമാൻഡോ ഓഫീസിൽ കയറി അതെടുക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതൊരു കില്ലിംഗ് സോണാണ്. ചെറിയ സംശയം ഉണ്ടെങ്കിലും അവരെന്നെ ഷൂട്ട് ചെയ്ത് കളയും. എന്നെ കൊണ്ട് പറ്റില്ല, ദയവേത് എന്നെ വിട്ടേക്ക്. അപ്പൊ ഹീറോ, നീ പേടിക്കാതെ, ഇത് നമുക്ക് വേണ്ടിയല്ലേ. കമാൻഡോ ഒരിക്കലും നിന്റെ ഭാഗത്തു നിന്ന് ഇത് പ്രതീക്ഷിക്കില്ല. അതന്നെയാണ് നമുക്ക് വേണ്ടത്. അവൻ അറിയാതെ എടുക്കണം. അവള് പറ്റില്ല പറ്റില്ല എന്നാണ് പറയുക. നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇവൻ അവളെ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കൊഞ്ചലും പഞ്ചാരയൊക്കെ കഴിഞ്ഞ് ആൾ ഒളിച്ചും പാത്തും തിരിച്ചു വരുമ്പോൾ ഇപ്രാവശ്യം പണി കിട്ടും. മൊട്ടപ്പട്ടാളക്കാരന്റെ പിടിപ്പെടും. അവൻ ചെവി പിടിച്ച് ഇവനെ തൂക്കിയെടുത്തോണ്ട് പോയി കമാൻഡറെ കാറിനകത്ത് കയറ്റുകയാണ്. എന്നിട്ട് ഇവര് കാർ ഓടിച്ചു പോയി ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച്, ഞാൻ നിന്നെ ഒരു തവണ വാൺ ചെയ്താണ്, നിനക്ക് ഈ നാട്ടിൽ ഏത് പെണ്ണ് വേണമെങ്കിലും കിട്ടും. പക്ഷെ അവളുടെ പിന്നാലെ ഇനി ഒരിക്കലും നീ നടന്നു പോകരുത്. നിന്റെ കിങ്ങിണി ഞാൻ പൊട്ടിച്ചു കളയും. ഇനിയൊരു വാണിംഗ് ഇല്ല. നീയും നിന്റെ കൂട്ടുകാരും വലിയ ശല്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടത്. പക്ഷെ ഇനിയും നീ അവളെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തി ഹീറോയെ പറഞ്ഞോടും. അത് കഴിഞ്ഞ് ഈ മാവോയിസ്റ്റ് അമ്മാവന്റെ വീട്ടിൽ ഒരു വിരുന്ന് നടക്കുന്നു. ആ വിരുന്ന് ചടങ്ങിൽ ഹീറോയും അനിയൻ ചെറുക്കനും ഉണ്ട്. പുറത്ത് നമ്മുടെ ഡാഡിയും ബോംബറും നിപ്പുണ്ടാവും. അവര് നോക്കുമ്പോൾ ഈ മാവോയിസ്റ്റ് തലവനും അമ്മാവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർക്ക് ഹീറോനെ അറിയാലോ. സോ എന്തെങ്കിലും കുഴപ്പമാവോ എന്ന് പറഞ്ഞ് അവർ പേടിച്ചിരിക്കാവും. ഈ സമയം നോക്കി ഹീറോ അങ്കിളുടെ മേത്തേക്ക് ഡ്രിങ്ക്സ് തട്ടിയിടും. എന്നിട്ട് അറിയാതെ പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി അയാളുടെ മുറിയിലേക്ക് പോവുകയാണ്. പുറകെ ചെന്ന നമ്മുടെ ഹീറോ തോക്ക് ചൂണ്ടി അയാളോട് വെപ്പൺസ് ഒക്കെ എവിടെയാണ് ഇരിക്കണമെന്ന് ചോദിക്കും. എന്നിട്ട് അയാളെ കെട്ടിയിട്ട് ഇവൻ ടീമുമായി വെപ്പൺസ് ഉള്ള മുറിയിലേക്ക് വരികയാണ്. എന്നിട്ട് ആ വെപ്പൺസ് എല്ലാം ഓരോന്നായി ഇവർ കടത്താൻ തുടങ്ങും. ഈ സമയത്ത് നമ്മുടെ കുടിയമാമൻ, അയാളുടെ രാശിക്ക് പുള്ളിക്കാരന് വിലയുള്ളൊരു ഷാമ്പയിൻ ബോട്ടിലും കിട്ടും. ഇവിടെ വെപ്പൺ കടത്താൻ നേരം ചെറിയ ചെക്കനും കള്ളിപ്പെണ്ണും തമ്മിൽ കാതൽ. ശരി, ചാവാൻ പോണല്ലേ, അതിനു മുന്നേ
ചെറിയ റൊമാൻസ് ആവാം. അപ്പോഴാണ് മാവോയിസ്റ്റ് തലവൻ അങ്കിളിനെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവസാനം അങ്കിളിനെ കണ്ടുപിടിക്കുക. പുള്ളിക്കാരനെ കെട്ടിവെച്ചിരിക്കുന്ന കണ്ട് മാമ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും വെപ്പൺസ്. ഏതൊരു വെയിറ്റർ എന്നെ കെട്ടിയിട്ട് വെപ്പൺസ് ഉള്ള മുറിയിലേക്ക് പോയി വേഗം ചെന്ന് അവരെ പിടിക്കുന്നു. ഇവൻ ഓടി വന്ന് തോക്ക് കാണിച്ച് നമ്മുടെ ഹീറോയെ പിടിയും. അത് ഹീറോയാണെന്ന് മനസ്സിലായി എനിക്ക് വിറ്റിട്ട് നീ വീണ്ടും അടിച്ചു മാറ്റുന്നോടാ എന്ന ഷോക്കിൽ അവൻ നിൽക്കുമ്പോൾ നമ്മുടെ കുടിയമാമൻ പുറകെ നിന്ന് അവന്റെ മണ്ടയ്ക്കടിച്ച് നമ്മുടെ ചെക്കനെ രക്ഷപ്പെടുത്തും. അങ്ങനെ അവരെല്ലാം വെപ്പൺസുമായിട്ട് അവിടുന്ന് കടന്നു കളയാണ്. പിറ്റേന്ന് റേഡിയോയിൽ പറയുന്നുണ്ട് ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള വാർ ആരംഭിച്ചു കഴിഞ്ഞു, ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം, ജർമ്മൻസിനെ ഇവിടുന്ന് അടിച്ചോടിച്ച് നമ്മൾ നമ്മുടെ നാടിനെ തിരിച്ചു കൈപ്പറ്റും. ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ അവൾക്ക് പേടിയുണ്ടെങ്കിലും ഹീറോയുടെ കൂടെ ജീവിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് അവൾ കമാൻഡോ ഓഫീസിലേക്ക് വന്ന് ഈ സ്റ്റാമ്പ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അകത്തുണ്ടായിരുന്ന കമാൻഡോ പുറത്തേക്ക് വരും. നീ എന്തെവിടെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ നിങ്ങളെ കാണാമെന്നാണ്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഇത് കേട്ട് കമാൻഡോ നിനക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാം, നമ്മുടെ ഭാവി എന്താണെന്ന് നിനക്ക് അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഇവളെയും വിളിച്ചോണ്ട് ബ്ലാക്ക് സോണിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ഇവരെ അടിച്ചു മാറ്റിയ എല്ലാ സ്വർണവും കമാൻഡർ ഹീറോയിന് കാണിച്ചു കൊടുക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ധനമെല്ലാം എടുത്ത് സ്വിസ്സിലേക്ക് പറക്കും. ഇനി നമ്മുടെ ഭാവി അവിടെയാണ്. എന്റെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല, അവൾ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചിട്ടുമില്ല, അവളോടൊപ്പമുള്ള ജീവിതം അവസാനിച്ചു. ഇനി എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നമ്മളൊരു കുടുംബാവും, കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും. ഈ സമയത്ത് നമ്മുടെ ആൾക്കാരെ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാവും. നമ്മുടെ ബോംബർ ഹീറോയോട് ചോദിക്കും നിന്റെ കാമുകിയുടെ പേരെന്താടാ, നമ്മൾ എന്തായാലും ചാവേറായിട്ട് പോവുകയാണ്, അതിനിടയ്ക്ക് നിനക്ക് ചെറിയ സന്തോഷമൊക്കെ വേണ്ടേ, പോയി ചെന്ന് അവളെ കണ്ടിട്ട് വാടാ എന്ന് പറയും പുള്ളി. അങ്ങനെ ഹീറോ അവന്റെ പെണ്ണിനെ കാണാൻ ചെല്ലാണ്. ഈ സമയത്ത് കമാൻഡോ ഓഫീസിലേക്ക് കമാൻഡോയുടെ ഭാര്യ വരും. ഭാര്യ വന്ന് ഞാൻ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് പുള്ളിനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ താല്പര്യമില്ലാതെ പുള്ളി മാറിപ്പോകും. അപ്പൊ ദേഷ്യം വന്ന ഭാര്യ ആ വ്യഭിചാരി മനസ്സിൽ വെച്ചിട്ടാണ് താനിങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഒരു കാര്യം പറയാം, അവള് തന്നെ സ്നേഹിക്കുന്നില്ല, അവളെ കൂടെ ഒരു ജീവിതം താൻ സ്വപ്നം കാണണ്ട. അതിന് കമാൻഡർ പറയും അവള് വ്യഭിചാരിയാണെങ്കിൽ നീ ആരാ, എത്രയോ പേരെ കിടക്ക പങ്കിട്ടിട്ടാണ് നീ ഈ സ്ഥാനത്തേക്ക് എത്തിയത്, ഇനി തന്റെ കൂടെ ഒരു ജീവിതം എനിക്കില്ല, തന്റെ ലാഭത്തിന് മറ്റാരെങ്കിലും താൻ കണ്ടുപിടിച്ചോ, നമ്മൾ ഇതോടെ വേർപിരിയാണെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോകും. ഈ പെണ്ണ് ദേഷ്യപ്പെട്ട് പൊയ്ക്കോ, അവളുടെ കൂടെ തന്നെ പൊയ്ക്കോ, അവസാനം തനിക്ക് എന്താണ് സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ഇവൾ ഒച്ച വയ്ക്കാൻ തുടങ്ങും. അവിടുന്ന് കട്ട് ചെയ്താ ഹീറോയിൻ സ്റ്റേജ് പെർഫോമൻസിലായിരിക്കും. നമ്മുടെ ചെറുക്കനും അവിടെ എത്തിയിട്ടുണ്ട്. അവനിങ്ങനെ പാട്ടൊക്കെ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ സ്ഥലത്തേക്ക് കയ്യിലൊരു റോസാപ്പൂവും വെച്ച് നമ്മുടെ കമാൻഡോയും വന്നിട്ടുണ്ട്. പെട്ടെന്നാണ് പാട്ട് പാടിക്കൊണ്ടിരുന്ന പെണ്ണ് ബോധം കെട്ട് നിലത്തേക്ക് വീഴുക. അവള് ഗർഭിണിയാണല്ലോ, വിശ്രമമില്ലാത്തതുകൊണ്ടാണ് താഴത്തേക്ക് വീണത് കണ്ട ഉടനെ ഹീറോ അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട് അവളെ പൊക്കിയെടുക്കാൻ. എന്നാൽ ഹീറോയെ കണ്ട കമാൻഡർ കലിയിളകി ഞാൻ പറഞ്ഞതല്ലടാ, ഇനി നിന്നെ ഈ ഭാഗത്തെ കണ്ട് കൂടാന്ന്. അയാൾ വെടിവെക്കുമ്പോഴേക്കും ഹീറോ അയാളുടെ കൈയിൽ പിടിച്ച് തോക്ക് തട്ടി മാറ്റാൻ ശ്രമിക്കും. ഭാഗ്യത്തിന് നമ്മുടെ കുടിയമാമനുണ്ട് അവിടെ. അയാൾ മൂക്കുപൊടിയും വലിച്ചു കയറ്റിയിട്ട് വീണ്ടും ഒരു ഷാമ്പെയിൻ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്ന് ഈ കമാൻഡറെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുന്നുണ്ട്. പക്ഷെ കമാൻഡർ ആണെങ്കിൽ ആ കൊട്ടിലും വീഴുന്നില്ല. അയാൾ തിരിയാൻ നേരം ഹീറോ ഒരു തട്ടകെടുത്തോണ്ട് വന്ന് കമാൻഡർ മണ്ടയ്ക്കടിച്ച് ബോധം കെടുത്തും. എന്നിട്ട് പെണ്ണിനെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ബോധം വന്ന കമാൻഡർ മുട്ടയോട് അവനെയും അവന്റെ കൂട്ടുകാരെല്ലാവരെയും കൊന്നിട്ട് വേണം നീ തിരിച്ചു വരാമെന്ന് പറഞ്ഞുവിടും. പുള്ളിക്കാരൻ വലിയൊരു പടയെ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചകിരിപ്പെണ്ണും കൊച്ചുപയ്യനും റൊമാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു സിഗരറ്റ് ബോക്സ് ആ പെണ്ണിന് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോഴാണ് കെട്ടിടത്തിന് പുറത്തുനിന്ന് ശബ്ദം കേട്ട് ബോംബർ ചെന്ന് നോക്കുന്നത്. ആർമി പട തന്നെ അവരെ കെട്ടിടത്തിന് മുന്നിലുണ്ട്. കുനിഞ്ഞോന്ന് പറഞ്ഞ് ഇയാൾ ഒച്ച വയ്ക്കും. എല്ലാവരും കുനിഞ്ഞോണ്ട് അവിടെ നിന്ന് ഓടാണ്. ഇവരുണ്ടാക്കി വെച്ചിരുന്ന ബോംബുകൾ എടുക്കുന്നുണ്ട്. പട്ടാളക്കാരൻ മിസൈലും കൊണ്ട് ഇവരെ ഡോറ് തകർത്ത് കളയും. അതിന്റെ ആഘാതത്തിൽപ്പെട്ട് മഴ്സല്ല അപ്പൂപ്പൻ പറന്നു പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയും കുടിയമാമനും കൂടി ആ പെണ്ണിനെ എടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട വക്കീൽ ഓഫീസിലേക്ക് വരും. അവിടെ തന്നെ ബാക്കിയുള്ള 4 പേരും രക്ഷപ്പെട്ടു വരുന്നുണ്ട്. നമ്മുടെ ഡാഡി തെറിച്ച് വീണതിൽ അയാളുടെ ഒരു കണ്ണ് ഡാമേജ് ആയിട്ടുണ്ട്. കള്ളിപ്പെണ്ണ് ചോദിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയൊന്നു. അതിന് ഹീറോ ഇല്ല, നമ്മുടെ പ്ലാനിനെ കുറിച്ച് കമാൻഡർ അറിഞ്ഞു കാണില്ല, അവന്റെ പെണ്ണിനെ മോഷ്ടിച്ചതുകൊണ്ടായിരിക്കാം അയാൾ കൊല്ലാൻ ആളെ വിട്ടിട്ടുണ്ടാവുക, എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും എന്നവൻ പറയും. ഈ സമയത്ത് ഫാസിസ്റ്റുകൾ അവരുടെ രേഖകളെല്ലാം കത്തിച്ച് ഈ നാട് വിടാനുള്ള പ്ലാനിലാണ്. ഇവിടെ ഹീറോയിൻ ഗർഭിണിയാണെന്നറിഞ്ഞിട്ട് എത്ര കാലമായും ചോദിക്കും. അവൾക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് അയാളുടേതായിരിക്കോ എന്നവൻ ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല, നിന്റെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനത് കീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അവൾ പറയും ഞാൻ ബ്ലാക്ക് സോണിൽ പോയിരുന്നു, ആ ഗോൾഡെല്ലാം കണ്ടിരുന്നു, നീ ഈ പ്ലാൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ആണ്, ദയവ് ചെയ്ത് അതിന് ശ്രമിക്കണ്ട. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോഴിപ്പൂ തലക്കാരി അങ്ങോട്ട് വരുന്നുണ്ട്. അത് മറ്റാരുമല്ല കമാൻഡർ ഭാര്യ. ഇവര് തോക്ക് ചൂണ്ടി നിനക്കെന്താ ഇവിടെ കാര്യം മുതുക്കമ്മായി എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മായി പറയും നിങ്ങൾക്ക് പാതി എനിക്ക് പാതി. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഈ അമ്മായി ഇവരെ ഓഫീസിൽ ഒരു റെക്കോർഡർ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരിക്കും ഹീറോയും ഹീറോയിനും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ഒളിച്ചു വെച്ചായിരുന്നു. ആ ബന്ധം കമാൻഡർക്ക് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരത് ചെയ്ത്. അപ്പോഴാണ് ഇവര് ഹീറോയുടെയും ടീമിന്റെയും പ്ലാൻ മനസ്സിലാക്കിയത്.
ഈ തള്ളമ്മയ്ക്കും കാമുകനും മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കമാൻഡറെ കൊന്നിട്ട്. എന്നാൽ അതെങ്ങനെ നടപ്പിലാക്കും എന്നവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹീറോയുടെയും ടീമിന്റെ എൻട്രി. സോ ഇവരെ പ്ലാൻ എല്ലാം അമ്മച്ചിക്ക് നേരത്തെ അറിയായിരുന്നു. ഇവരാരും അറിയാതെ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങൾക്ക് പകുതി, നിങ്ങൾക്ക് പകുതി. അതല്ലെങ്കിൽ ഞാൻ ഈ കാര്യം കമാൻഡറോട് പറയും, അയാൾ നിങ്ങളെ എല്ലാം കൊന്നുകളയും. കമാൻഡറെ പറ്റിച്ച് മുഴുവനെടുത്ത് ഞങ്ങൾ നാടുവിടുകയും ചെയ്യും. നിന്റെ കാമുകിക്ക് ഇതെല്ലാം അറിയാം. അയാൾ നിന്റെ കാമുകിയുമായിട്ട് നാടുവിടാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അത് കേട്ട് ഹീറോ, ഇപ്പൊ ഞാൻ നിങ്ങളെ കൊല്ലുകയാണെങ്കിലോ പ്രശ്നമെല്ലാം സോൾവ് ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മൂത്തമ്മ പറയും, നീ എന്നെ കൊന്നാലും മൊട്ട സോൾജർ കമാൻഡർ എല്ലാ വിവരവും അറിയിക്കും. ബ്ലാക്ക് സോണിലേക്ക് ഒരിക്കലും നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അതുമാത്രമല്ല, ഏറ്റവും റീസെന്റ് ആയിട്ട് കിട്ടിയ മെസ്സേജ് അതനുസരിച്ച് ഇനി 24 മണിക്കൂറിനുള്ളിൽ അവരെല്ലാം നാട് വിടാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഒരു ദിവസം മാത്രമേ സമയമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറയും പുള്ളിക്കാരി. ഹീറോ നമുക്ക് സമ്മതിക്കാം, വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ കാമുകി വിളിച്ചുകൊണ്ട് പോയി, നിനക്ക് ഭ്രാന്താണോ? ആ സ്ത്രീയെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവള് പകുതി വഴി ചതിക്കും, അവളെ നമ്പണ്ട, നമ്പിയാ നിനക്ക് പണിയാണെന്ന് പറയുമ്പോൾ ഹീറോ, പിന്നെ നിന്നെയാണോ വിശ്വസിക്കേണ്ടത്? നീ എന്റെ പ്ലാനിന് കൂട്ടു നിൽക്കുന്നില്ല, നിനക്ക് എന്നെ വിശ്വാസമില്ല, നിന്റെ വയറ്റിലെ കൊച്ച് എന്റേതാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അത് കേട്ട പെണ്ണ് കരഞ്ഞിട്ട് അവൾ അടിച്ചു മാറ്റിയ സ്റ്റാമ്പ് ഇവന് കൊടുക്കും. എനിക്ക് നിന്നെയല്ല രക്ഷപ്പെടുത്തേണ്ടത്, ഞാൻ മറ്റൊരാളെയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അതായത് അവളുടെ വയറ്റിലെ കുഞ്ഞിനെ എന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. സോ ഇനി അടുത്തത് ഈ പ്ലാൻ നടപ്പിലാക്കുക. അതാണ് ഇനി അടുത്ത് ഇവർ ചെയ്യേണ്ടത്. നേരം വെളുത്തു കഴിയുമ്പോൾ നമ്മുടെ കള്ളിപ്പെണ്ണ ഒരു സോൾജറെ ഇടിച്ച് അയാളുടെ കയ്യിൽ നിന്ന് ID കാർഡ് അടിച്ചു മാറ്റും. നമ്മുടെ കള്ളുടിയ മാമൻ പട്ടാളക്കാരനെ പോലെ സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ബോംബർ ഒരുപാട് ബോംബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചുപയ്യൻ സ്റ്റാമ്പ് അടിച്ച ഡോക്യുമെന്റുകൾ ഉണ്ടാക്കും. എന്നിട്ട് വൈകിട്ടാവുമ്പോൾ ഇവരൊരു മിലിറ്ററി ട്രക്ക് തടഞ്ഞു നിർത്തി റാഞ്ചിയിട്ട് ഹീറോനെയാണ് തടവുകാരനായിട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സോ അവന്റെ മുഖത്ത് അടിച്ച പാടുണ്ടാവാൻ വേണ്ടി അവൻ ഇവരോട് അടിക്കാൻ പറയാണ്. അടുക്കി ബലമായിട്ട് അടുക്കി മുറിവുണ്ടാവണമെന്ന്. ഇവരടിച്ചിട്ടൊന്നും നടക്കുന്നില്ല. നമ്മുടെ കള്ളിപ്പെണ്ണ് ഒറ്റൊന്നു കൊടുക്കും അവളുടെ മോതിര വിരലും കൊണ്ട്. ഇനിയും വേണമെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല വേണ്ട, എനിക്ക് കണ്ണ് കാണുന്നില്ല, ഇത് മതി എന്ന് പറയാവൻ. അങ്ങനെ ഇവരെല്ലാം ട്രക്കിൽ കയറി കുറച്ചുപേര് ഒളിച്ചിരുന്ന് ഹീറോനെ തടവുകാരനായി അകത്തേക്ക് കൊണ്ടുപോവാണ്. കള്ളുടിയ മാമൻ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ വെരിഫൈ ചെയ്ത് ട്രക്കിന്റെ അകത്തും ചെക്ക് ചെയ്ത് ഇവരെ ബ്ലാക്ക് സോണിലേക്ക് കടത്തിവിടും. ഇവരുമെല്ലാം ട്രക്കും കൊണ്ട് സോണിനകത്ത് കയറി ആരുമില്ലാത്ത ഭാഗം നോക്കി അകത്ത് ഒളിച്ചിരുന്ന 3 പേരെ ഇറക്കിവിടും. നമ്മുടെ ബോംബറും ചെറിയ പയ്യനും കൂടി ഓടിച്ചെന്ന എല്ലാ ഭാഗത്തും ബോംബ് സെറ്റ് ചെയ്യുവാണ്. ഈ ഗ്യാപ്പിന് കള്ളിപ്പെണ്ണ് ടവറിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങും. അകത്ത് കയറ്റിയ ട്രക്ക് ഒരു ഭാഗത്ത് നിൽക്കാൻ പാടില്ലല്ലോ. അവര് ലോക്കപ്പിന്റെ അടുത്തേക്ക് വരാണ്. അവിടെയാണ് ഈ ഗോൾഡ് ഉള്ളത്. സോ ലോക്കപ്പിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടുത്തെ പട്ടാളക്കാര് ഇവരെ ട്രക്ക് ചെക്ക് ചെയ്തിട്ട് ഡോക്യുമെന്റ് നോക്കും. ഈ തടവുകാരനെ കുറിച്ച് കമാൻഡർ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരനകത്ത് പോവാണ്. അങ്ങനെ ചോദിച്ചു നോക്കിയാൽ ഇവർക്ക് പണി കിട്ടി. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ഇവര് പേടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ കള്ളിപ്പെണ്ണ് ടവറിന്റെ മുകളിലേക്ക് വന്ന് അവിടെ ഇരിക്കുന്ന പെണ്ണിന് തോക്ക് കാണിച്ച് ഒച്ച വെക്കാതിരുന്നാൽ ഒന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ നീ കൊല ചെയ്യപ്പെടുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇരുത്തുവാണ്. ഈ സമയത്ത് ഹീറോയിനെ നമ്മുടെ കമാൻഡർ പിടിച്ചോണ്ട് വന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും നീ അനുസരിച്ചില്ല, പേടിക്കണ്ട, നീ ഓടിപ്പോകാതിരിക്കാൻ എന്റെ കയ്യിൽ മാർഗമുണ്ട്, വഴിയുണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവളെ ഇഞ്ചക്ട് ചെയ്ത് മയക്കാൻ പോവാണ്. സൂചി കുത്താൻ നേരം പുള്ളിക്ക് ഒരു കോള് വരും. നമ്മുടെ ബ്ലാക്ക് സോണിലെ പട്ടാളക്കാരനാണ് വിളിക്കുന്നത്. സാർ, ഒരു പ്രിസണറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പിയത്രോ എന്നാണ് അവന്റെ പേര്, നിങ്ങളാണോ പറഞ്ഞു വിട്ടത്? എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അതിനാ വിളിച്ചെന്ന് പറയും. ഇത് കേട്ട കമാൻഡർ, അവനെ എങ്ങോട്ടും വിടരുത്, അവിടെ തന്നെ പിടിച്ചു വയ്ക്കും, ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറയും. ഇവിടെ കറക്റ്റ് 3 മണിയാവുമ്പോൾ കള്ളിപ്പെണ്ണ് ടവറിലെ പെണ്ണിനോട് സൈറൺ ഓണാക്കാൻ പറയും. അങ്ങനെ സൈറൺ മുഴങ്ങുന്ന സമയം പട്ടാളക്കാർക്ക് അലേർട്ട് ആവുകയാണ്. ഇരുട്ടത്ത് വിമാനങ്ങൾ മുകളിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയെന്നാണ് അവരുടെ വിചാരം. ഈ സമയത്ത് ബോംബർ സെറ്റ് ചെയ്യുന്നത് ഒരു പട്ടാളക്കാരൻ കാണും. തനാരാടാ തന്റെ ID കാർഡ് കാണിക്കുന്നു പറയുമ്പോൾ, ഇതാ ഇപ്പെടുത്ത് കാണിക്കാമെന്നും പറഞ്ഞ് ബോംബർ തിരിഞ്ഞ് തോക്കെടുത്ത് ഈ പട്ടാളക്കാരനെ ഷൂട്ട് ചെയ്യും. എന്നാൽ വെടികൊണ്ട് താഴെ വീഴുന്ന പട്ടാളക്കാരൻ തിരിച്ചു വെടിവെച്ച് നമ്മുടെ ആളെയും വീഴ്ത്തുന്നുണ്ട്. ഇവിടെ ഹീറോനെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ ലോക്കപ്പിലെ പട്ടാളക്കാർ. ആ ഭാഗത്തേക്ക് ഒളിച്ചിരുന്ന ഡാഡി ഷൂട്ട് ചെയ്ത് ചുറ്റുള്ള പട്ടാളക്കാരൊക്കെ ഷൂട്ട് ചെയ്ത് ഹീറോയെ രക്ഷപ്പെടുത്തും. എന്നാൽ ഇവിടെ ബോംബർ മാമൻ പാവം അങ്ങേര് വെടികൊണ്ട് വീണ് കഴിഞ്ഞു. പുള്ളിക്കാരൻ അവസാനമായിട്ട് ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ട്. അയാൾ വീണ് കിടക്കുന്നതിന്റെ അടുത്തുള്ള ബോംബായിരിക്കും ആദ്യം പൊട്ടുക. സോ ഈ ബോംബ് പൊട്ടുന്നത് കണ്ടിട്ട് പട്ടാളക്കാർ വിചാരിക്കും മോളിൽ നിന്ന് വിമാനങ്ങളാണ് ബോംബിടുന്നതെന്ന്. ഒരു സെക്കൻഡ് അവരെല്ലാം ഷോക്ക് ആവുന്ന സമയം ഹീറോയിൻ ടീമും ചുറ്റുള്ളവരെല്ലാം അറ്റാക്ക് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ടവറിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കള്ളിപ്പെണ്ണ് ഒരു പട്ടാളക്കാരന്റെ പിടിപ്പെടും. അവളുടെ നെഞ്ചത്തേക്ക് ആ പട്ടാളക്കാരൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ പയ്യൻ ആ പട്ടാളക്കാരനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയിട്ട് പെണ്ണിന്റെ ബോഡി കെട്ടിപ്പിടിച്ച് കരയാണ്. എന്നാൽ ഭാഗ്യത്തിന് അവൾക്ക് വെടി കൊണ്ടിട്ടില്ലായിരുന്നു. ഇവൻ സമ്മാനമായിട്ട് കൊടുത്ത സിസർ ബോക്സിനാണ് വെടികൊണ്ടത്. അവൾ അഭിനയിച്ച് കിടക്കായിരുന്നു ഇവനെ പറ്റിക്കാൻ വേണ്ടി. പോർക്കളത്തിൽ ഒരു കാതൽ ലീലകൾ. എല്ലാവരും ചാകാൻ കിടക്കുമ്പോഴാണ് ഈ 2 ലവ് എന്ന്. അതവൾ മരിച്ച പോലെ കിടന്നവനെ പറ്റിക്കുകയാണത്ര. കുറച്ച് ചൂടുവെള്ളം കിട്ടുമെങ്കിൽ. അങ്ങനെ പട്ടാളക്കാരൊക്കെ തുരങ്കത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന സമയം ഹീറോയും കള്ളുകൂടിയ മാമനും സ്വർണ്ണമുള്ള സ്വർണ്ണപ്പുരയിലേക്ക് വരും. അവർ ഈ സ്വർണ്ണം എല്ലാം കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡാഡി അങ്ങോട്ട് വരുന്നത്. അങ്ങേര് ബോംബർ എവിടെയാണെന്ന് ചോദിക്കും.
ചോദിക്കും. ഒരു സെക്കൻഡ് ബോംബർ എല്ലാവരും മറന്നുപോയി. അങ്ങേര് മരണപ്പെട്ടു എന്ന് അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുക. അറ്റ്ലീസ്റ്റ് ഇതൊന്ന് കണ്ണുകൊണ്ട് കാണാനെങ്കിലും അദ്ദേഹം വേണമായിരുന്നു. അത് കേട്ട് ഡാഡി പറയും, അവൻ ഒരിക്കലും പണത്തിനോ സ്വർണത്തിനോ ആഗ്രഹിച്ചിട്ടില്ല. അവൻ ഈ ഫാസിസ്റ്റുകളെ എതിർക്കണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് നമ്മോടൊപ്പം കൂടിയത്. ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ വിജയമാണ്, സന്തോഷിപ്പിൻ. എന്നാൽ നമ്മുടെ ജോലി തീർന്നിട്ടില്ല. ജീവനോടെ ഇവിടുന്ന് രക്ഷപ്പെടണം. പെട്ടെന്നാവട്ടെ എല്ലാവരും എടുത്ത് വണ്ടി കയറ്റുമെന്ന് പറഞ്ഞ് ഇവരെല്ലാം എടുത്ത് വണ്ടി കയറ്റാണ്. ആ സമയത്ത് ഒരു ബോക്സിൽ നിന്ന് കുറെ റിങ്സുകൾ, മോതിരങ്ങൾ നിലത്തേക്ക് വീഴും. ഇതെന്താണെന്ന് ആ പെണ്ണ് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇതെല്ലാം വെഡ്ഡിംഗ് റിങ്ങുകളാണ്. ഈ നാട്ടിലെ പെണ്ണുങ്ങൾ യുദ്ധത്തിനു വേണ്ടി അവസാനമായി അവരുടെ കയ്യിലുണ്ടായിരുന്ന കൊടുത്തായിരുന്നു. അതിനെ ഇവന്മാര് വിട്ടില്ല, എല്ലാം കവർന്നു. അങ്ങനെ ഇവര് സാധനങ്ങളെല്ലാം കയറ്റി 2 വണ്ടികളിലായിട്ട് പകുതിയാണ് കയറ്റിയിരിക്കുന്നത്. പകുതി നമ്മുടെ കമാൻഡോയുടെ വൈഫിന് കൊടുക്കാൻ വേണ്ടി. ആ സമയത്താണ് ആ വൈഫ് മൂത്ത അമ്മായിയും മൊട്ട സോൾജറും കുറേയധികം സോൾജറുമായിട്ട് വരുന്നത്. നിങ്ങളുടെ ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും ഹീറോ. ഞാൻ അയാൾക്ക് ഡിവോഴ്സ് കൊടുത്തു എന്ന് പറയും പുള്ളിക്കാരി. സംഭവം ഈ പെണ്ണ് കമാൻഡറെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കൊന്നുകളഞ്ഞു. അപ്പൊ ജോലി എളുപ്പമായല്ലോ. പകുതി നിങ്ങൾ എടുത്തോളൂ, പകുതി ഞങ്ങൾ എടുത്തിട്ട് പോവാന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് ഈ പെണ്ണിന്റെ സ്വഭാവം മാറുന്നത്. അവൾ തോക്ക് കാണിച്ച്, അങ്ങനെ പകുതി നീ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, നിന്നെ കൊണ്ട് ഈ ജോലി ജയിച്ചെന്നും പറഞ്ഞ് ഈ പെണ്ണ് മുഴുവനായിട്ട് അടിക്കാൻ വേണ്ടി നമ്മുടെ ആൾക്കാരെല്ലാം കൊന്ന് തള്ളാൻ പറയും. പക്ഷെ ഹീറോ ജാലവിദ്യക്കാരനാണെന്ന് ആ പെണ്ണിന് അറിയില്ല. അവൻ പെട്ടെന്ന് അതേ തോക്ക് തിരിച്ചു പിടിച്ച് ആ സ്ത്രീ അവന്റെ തടവിലെടുക്കാണ്. എന്നാൽ ഈ പെണ്ണ് സിഗ്നൽ കൊടുക്കുമ്പോൾ മൊട്ട കമാൻഡർ ഹീറോയുടെ കാമുകീനി തടവി പിടിച്ചോണ്ട് വരും. അവരുടെ പിടിയിലാണ് ഹീറോയിനെന്ന് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അമ്മായി ലേഡി, നീയും നിന്റെ കൂട്ടുകാരൻ തോക്കെല്ലാം താഴ്ത്തി കീഴടങ്ങിക്കോ. എതിർക്കാൻ ശ്രമിച്ച നിന്റെ പെണ്ണിനെ കൊന്നുകളയെന്ന് പറഞ്ഞ് ഈ സ്ത്രീ അവന്റെ കാമുകേനിയും ട്രക്കിൽ കയറ്റി അതേ ട്രക്കിൽ കയറി ഇവരവിടുന്ന് വിട്ടടിച്ച് പോവാൻ നിൽക്കാണ്. അതിനു മുന്നേ ബാക്കിയുള്ള എല്ലാവരെയും മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞ് ഓരോരുത്തരെയായിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പോകുമ്പോഴാണ് നമ്മുടെ മാവോയിസ്റ്റ് സംഘം അങ്ങോട്ട് വരുന്നത്. അവര് വന്നെത്തിയ ഉടനെ ചറപറ പൊട്ടിക്കാൻ തുടങ്ങും. ഹീറോയ്ക്ക് ഒരു തോക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാവോയിസ്റ്റ് ടീമും ഹീറോയുടെ ടീമും ചേർന്ന് ഈ വില്ലന്മാരുടെ ടീമിനെതിരെ പൊരിഞ്ഞ പോരാട്ടം. പിടിച്ചു നിൽക്കാൻ പറ്റാത്തോണ്ട് അവന്മാര് ആ മൊട്ട ഇവരെ വണ്ടിക്ക് നേരെ ബോംബ് എറിഞ്ഞിട്ട് അവര് 2 വണ്ടിയിലായി അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. അവരെ പിടിയിൽ ഹീറോയിനുണ്ട്, ഒരു പകുതി സ്വർണ്ണമുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ബാക്കി പകുതി സ്വർണം കിട്ടി. എന്നാൽ ഹീറോയിൻ പോയല്ലോ. നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ഹീറോ മാവോയിസ്റ്റിനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഹീറോയിനാണ് അവരോട് ഈ കാര്യം പറഞ്ഞത്. കാരണം ഈ ലേഡി ചതിക്കൂ എന്നുള്ളത് ഹീറോയിൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ സഹായം അവൾ ചോദിച്ചത്. പകരമായിട്ട് ഗോൾഡ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. സോ ഗോൾഡ് കിട്ടിയ ഉടനെ മാവോയിസ്റ്റ് പോകാൻ നിൽക്കും. ഹീറോ അവരെ തടഞ്ഞിട്ട്, ഇത് നിങ്ങൾക്ക് കിട്ടാൻ കാരണം അവളല്ലേ, അവൾ ഒഴിവാക്കരുത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, ദയവ് ചെയ്ത് എന്നെ സഹായിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, വണ്ടികളെല്ലാം ഡാമേജ് ആയി കഴിഞ്ഞു, ഇനി അവളെ രക്ഷിക്കാൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ ആണ്, വേറെ മാർഗമൊന്നും ഞങ്ങളുടെ അടുത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കള്ളുകൂടിയ മാമൻ, എടാ ഇവിടെ നോക്കടാ എന്നും പറഞ്ഞ് ഹീറോയെ വിളിച്ചുകൊണ്ടുപോയി ഒരു പഴയ റേസിംഗ് കാർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വണ്ടി പോരേന്നും പറഞ്ഞ് അവർ ആ റേസിംഗ് കാറും എടുത്ത് മൊട്ടേനെയും ടീമിനെയും ഫോളോ ചെയ്തു പോകും. വേഗത്തിൽ ചെന്ന് ഹീറോ ആദ്യം ഇവരെ ട്രാക്ടറിനകത്ത് കയറി അതിലൊന്ന് 2 പട്ടാളക്കാരെ തള്ളി താഴെ ഇടുമ്പോൾ ഈ സമയത്ത് കള്ളുകൂടിയൻ കാറ് മുന്നിലേക്ക് ഓടിച്ച് അവിടെ നിന്ന് തിരിച്ചുകൊണ്ടുവന്ന് ഈ സ്വർണ്ണ ട്രക്കിന് നേരെ എതിരെ വന്ന് ട്രക്കിലെ ഡ്രൈവറെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ഈ സമയത്ത് ഹീറോ മൊട്ടയെയും നിലത്തേക്ക് തള്ളിയിട്ട് പുള്ളിയുടെ മേത്തൂടെ വണ്ടി കയറ്റി പുള്ളിനെ കൊന്നുകളഞ്ഞു. എന്നാൽ ഈ വലിയ ട്രക്കിലെ ഡ്രൈവർ വീണതോടുകൂടി ആ ട്രക്ക് കൺട്രോൾ തെറ്റി നേരെ വെള്ളത്തിലേക്ക് വീഴും. ഒപ്പം ഹീറോ ഉണ്ടായിരുന്ന ആ ട്രാക്ടറും വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. ഇത്രയും പരിശ്രമിച്ചിട്ട് എല്ലാം വെള്ളത്തിൽ പോയല്ലോ, എല്ലാവരും വെള്ളത്തിൽ മുങ്ങിപ്പോയല്ലോ എന്നും പറഞ്ഞ് കള്ളുകൂടിയും വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ നായിക പെണ്ണ് ഹീറോയിനെയും പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത്. സാധാരണ കഥകളിൽ ഹീറോ ആണ് ഹീറോയിനെ രക്ഷപ്പെടുത്തുക. ഇവിടെ ഹീറോയിൻ ആയിരുന്നേ ഉള്ളൂ. ഇവള് തന്നെയാണ് ഓരോ തവണയും ഇവനെ രക്ഷപ്പെടുത്തുന്നത്. എന്തായാലും പല തവണയും നീ എന്നെ കൊല്ലാൻ വിട്ടുകൊടുക്കാതെ രക്ഷപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് ഇവനെ അടിച്ചു മാറ്റി അളവിൽ കൂടിയ 2 മോതിരവും കാണിച്ച് അതിലൊരെണ്ണം അവൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവൾ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കള്ളുടിയൻ വരുന്നത്. ഈ തടാകത്തിന് എത്ര ആഴം കാണും, ആ സ്വർണ്ണം അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ, നമുക്കത് എടുത്തിട്ട് മുങ്ങണ്ടേ. അത് കേട്ട് ഹീറോ, ആ സ്വർണം നമുക്കെടുക്കാം, പക്ഷെ ഇവിടുന്ന് മുങ്ങേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ എതിരാളികൾ ആരും ജീവിച്ചിരിപ്പില്ല, പിന്നെന്തിനാണ് നമ്മുടെ ഈ സ്വദേശം വിട്ടു പോകുന്നത്, നമ്മുടെ നാട് നമ്മുടെ സ്വത്ത്, നമുക്കിനി ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാം എന്ന് പറയുമ്പോൾ റേഡിയോയിൽ പറയുന്നുണ്ട്, ജർമ്മനും ആംഗ്ലോ അമേരിക്കൻസും തമ്മിലുള്ള യുദ്ധത്തിൽ ആംഗ്ലോ ജയിച്ചു, ദ വാർ ഈസ് ഓവർ. അവിടെ വെച്ച് റോബിൻ മുസോളിനി എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.